ഹായ് ഡിയേഴ്സ്, ഞാൻ സിൽവാൻ മുസ്തഫ. മൈക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഉപയോഗിക്കുന്ന ബെൻസിൻ്റെ ഒരു കാറിൻ്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മെഴ്സിഡസ് ബെൻസ് ഇറക്കിയിട്ടുള്ള C300 കാബ്രിലോട്ട് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാർ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല സ്പോർട്ടി ലുക്കാണ്, മാത്രമല്ല പതിഞ്ഞിട്ടുള്ളൊരു ലുക്കാണ്. അതുപോലെ തന്നെ നല്ല നമുക്ക് ഫുൾ കൺവേർട്ടബിൾ ആയിട്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ കാറിൽ ഒരുപാട് കേസൊന്നുമില്ല, പക്ഷേ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് ഈ കൺവേർട്ടബിൾ കാർ. അതുകൊണ്ട് തന്നെ മിനി കൂപ്പറൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ കുറച്ചൊരു വ്യത്യസ്തമായിരിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ബെൻസിൻ്റെ C300 കാർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല രസമുള്ള പ്രകൃതി. പ്രത്യേകിച്ച് വയനാട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഏർലി മോർണിംഗിലൊക്കെ ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ മക്കളൊക്കെ ബാക്കിലിരുത്തി, ഫാമിലിൻ്റെ ഫ്രണ്ടിൽ, വൈഫിൻ്റെ ഫ്രണ്ടിലിരുത്തി യാത്ര ചെയ്യുമ്പോൾ ചുരത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്രകളൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലാണ്. കാരണം ഞാൻ ഈ കാറിന് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, ഇതിൽ കയറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഒരു ഡ്രൈവിംഗ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രം ബാക്കിലൊന്നും വലിയൊരു സുഖം ഉണ്ടാവില്ല ഇരിക്കാൻ, ചെറിയ ബക്കറ്റ് സീറ്റുകളാണ്. പക്ഷേ കുട്ടികളാവുമ്പോൾ നല്ല കംഫർട്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യുക, നല്ല സ്പോർട്ടി ലുക്കിൽ ഇത് ഓടിക്കുക. മാത്രമല്ല നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കാറിൻ്റെ മുകളിലേക്ക് എയർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ബെൻസ് തന്നെ ചെയ്തിട്ടുള്ള മുകളിലും ബാക്കിൽ എയർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ലോക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാറിൻ്റെ ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈറ്റ് കളറിലാണ് നമ്മളെ കാർ ഈ മോഡലുള്ളത്. 2015 ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ മെഴ്സിഡസ് ബെൻസ് ഇറക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ജീൻസ് കളർ, അതായത് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ കൺവേർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല രസകരമായിട്ട് 84 LED ആയിട്ട് ലുക്ക് വരുന്ന ഒരു ലൈറ്റാണ് വരുന്നത്. അതിൻ്റെ സൈഡ് ലൈറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഡയമണ്ട് ഗ്രില്ലൊക്കെയാണ് വരുന്നത്. പിന്നെ ബെൻസിൻ്റെ ഒരു വലിയൊരു ലോകം തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ലോഗന് അവിടെ ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ലോഗുണ്ട്. ഇവിടെ പ്ലെയിനാണ്. പിന്നെ വേറെ ഒരു എന്താ പറയുക ഗിമ്മിക്കുകളൊന്നും ഇതിൻ്റെ കൂടെ അല്ല. ഇത് വളരെ പ്ലെയിൻ ആയിട്ടാണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു C ക്ലാസ് ലുക്ക് തന്നെയാണ് ഫീൽ ചെയ്യുക. പക്ഷേ സൈഡിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ രീതി മാറുന്നുണ്ട്, ഇതിൻ്റെ ലുക്ക് മാറുന്നുണ്ട്. മിറർ ആയിക്കോട്ടെ, മിററിലൊക്കെ വരുന്ന ലൈറ്റുകളൊക്കെ ആയിക്കോട്ടെ, അതിൻ്റെ പ്രൊഫൈലുകളൊക്കെ ആയിക്കോട്ടെ, നല്ല സൈഡ് ലുക്കൊക്കെ വളരെ ലുക്കാണ്, ക്യൂട്ടാണ്. ഒരു സ്പോർട്ടി ലുക്കിലേക്കാണ് പിന്നെ പിറകിലോട്ട് എത്തുമ്പോൾ ചെയ്യുക. കൺവേർട്ടബിളിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസമായിട്ട് വരുന്നത്. പെട്ടെന്ന് 20 സെക്കൻഡ് കൊണ്ട് കൺവേർട്ട് ആവുന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മളൊരു യാത്രയിലൊക്കെ ആണെങ്കിൽ 30 സ്പീഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് 20 സെക്കൻഡ് കൊണ്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫുള്ളി കൺവേർട്ട് ആവും. അതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്, അങ്ങനെ ഒരുപാട് മോഡുകളായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഇതിൽ എക്കോ, ഇൻഡിവിജ്വൽ, സ്പോർട്സ് പ്ലസ്, സ്പോർട്സ്, കംഫർട്ട്, അങ്ങനെ പല സോൺ ഉണ്ടാവും. ഇവിടെയാണ് ചേഞ്ച് ചെയ്യൽ. ഇതിപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡാണെങ്കിൽ ഒന്നും കൂടെ ശബ്ദം ഉണ്ടാവും. എക്കോ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, മൈലേജ് സേവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഇതിലുണ്ട്. മാത്രമല്ല ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ തന്നെ 20 സെക്കൻഡാണ് ഇതിൻ്റെ കൺവേർട്ടും ക്ലോസിങ് കൂടെ ആയിട്ട് നമുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഉള്ള മെക്കാനിക്സാണ്. വളരെ രസകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു ഹൈലൈറ്റ്. പിന്നെ പതിഞ്ഞ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പോർട്സ് ലുക്കാണ് ഇത് ഉണ്ടാവും. എപ്പോഴും ഇതിൻ്റെ ഒരു ആംബിയൻസ് തന്നെ ആ ഒരു ഫീലാണ്. ഡോർ പേഡിലാണ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്പേസാണ് ഇതിൽ ഇൻറ്റീരിയറിൽ വരുന്നത്. നല്ല രസകരമായിട്ടുള്ള സ്പേസുകൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു വുഡൻ ലുക്കിലാണ് ഇത് ഡിസൈൻ വരുന്നത്. പാട്ടിടാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2 കപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്ട്ര വരുന്നുണ്ട്. കേട്ടോ, ആസ്ട്ര ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിഗരറ്റ് കുത്തി കൊടുക്കാനുള്ള സ്ഥലങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല രസകരമായിട്ട് ഇവിടുത്തെ നല്ല സ്പേസ് ആയിട്ടുള്ള ഇതുണ്ട് കേട്ടോ. ഒരു സ്പേസ് ഇവിടെ ഉണ്ട്, അതും ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരേ സമയത്ത് 4 ഗ്ലാസ് ഒരുമിച്ച് താത്താൻ കഴിയും. ഒറ്റ സമയത്ത് 4 ഗ്ലാസ് ഒരുമിച്ച് താത്താൻ കഴിയും ഒരു സമയത്ത്. അതുപോലെ തന്നെ 4 ഗ്ലാസ് ഉയർത്താനും കഴിയും കേട്ടോ. ഒറ്റടിക്കനെ ഉയർത്താനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഓട്ടോമാറ്റിക് ബാക്കിൽ ഒരു നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് എയർ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ബാക്കിൽ പൊങ്ങും. അതുപോലെ തന്നെ ഇവിടെയും ഫ്രണ്ടിൽ നിന്ന് വരുന്ന എയറുകൾ ഇവിടുന്ന് നമുക്കൊരു ഡിസ്റ്റർബ് ആവാത്ത, ഡ്രൈവിംഗ് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് താത്തി വെക്കാനും പറ്റും ഓട്ടോമാറ്റിക്കലി. ഇതൊക്കെ അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് മെഴ്സിഡസ് ബെൻസിൻ്റെ. മറ്റുള്ള ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എയർ ഇങ്ങനെ പാസ് ചെയ്യും, ബാക്കും പാസ് ചെയ്യും. അത് വേണ്ട ഡിസ്റ്റർബ് ആകുന്നുണ്ടെന്ന് കണ്ടാൽ ബാക്കിൽ കണ്ടോ ആ നെറ്റ് നമുക്ക് ഇങ്ങനെ ഉയർത്തി വെക്കാൻ കഴിയും.
പിന്നെ ഇൻറ്റീരിയറിൻ്റെ ഈ കളർ തന്നെ 2 കളറാണ് കണ്ടാൽ നമുക്ക് തോന്നുക, ക്രീം കളർ ആൻഡ് ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ. മാത്രമല്ല ഇതിൻ്റെ പെർഫെക്ഷൻ ഇരുത്തവും നമ്മൾ ആ റോഡിലുള്ള നമുക്ക് റോഡിൽ കിട്ടുന്ന ഒരു കംഫർട്ടുമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സ്പീക്കറൊക്കെ ഡോറിലാണ് സ്പീക്കർ വരുന്നത്. നല്ല രീതിയിൽ സൗണ്ടും ഒക്കെ വന്നിട്ടുള്ള ഇതൊരു സ്പോർട്ടി ലുക്ക്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു സ്പോർട്സ് ലുക്കാണ്. ഡോറ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ സീറ്റ് ബെൽറ്റ് ബാക്കോട്ട് പോകും, പുറകോട്ട് പോകട്ടോ. നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റ് ബെൽറ്റ് മുന്നോട്ട് വരും. കണ്ടോ, നമുക്ക് മുന്നോട്ട് വരും. കാരണം ഈ സീറ്റ് ബെൽറ്റ് പുറകോട്ട് പോകാൻ കാരണമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ആണ്, ഇത് പുറകോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോറ് ബാക്കോട്ട് കയറണമെന്നുണ്ടെങ്കിൽ വേറെ ഡോറൊന്നും ഇല്ലല്ലോ, ഇത് തുറക്കണം. അപ്പോൾ അങ്ങോട്ട് കടക്കുമ്പോൾ കാലുമ തട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് അതിൻ്റെ എഞ്ചിനീയറിംഗ് ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സീറ്റ് മുന്നോട്ട് ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവും, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ സീറ്റ് നമ്മൾ മുന്നോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കി കൊടുത്താൽ സീറ്റ് അതിൻ്റെ പൊസിഷനിൽ പോയി നിൽക്കും, ഓട്ടോമാറ്റിക്കാണ്. പിന്നെ നമുക്ക് ബാക്കോട്ട് ഇറങ്ങിയിരിക്കാനുള്ള സ്പേസ് ഉണ്ടാവും, നല്ല രീതിയിൽ ബാക്കോട്ട് ഇറങ്ങിയിരിക്കുക. അത് ഇറങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് സീറ്റുകൾ നിർത്തി കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഏത് രീതിയിലാണോ നമ്മളിത് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ പോയി സീറ്റ് സെറ്റ് ആവും എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം. ഡോറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാ, ഫ്രെയിംലെസ് ഡോറാണ്, നല്ല രസകരമായിട്ട് സ്പോർട്ടി ആയിട്ടുള്ള ഡോറാണ്. ഡോർ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഫ്രണ്ടിലേക്ക് വരും. സീറ്റ് ബെൽറ്റ് ഇട്ട് നമുക്ക് യാത്ര പോവാം. ഇതിൻ്റെ സൗണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സൗണ്ടും വരുന്നുണ്ട്. യാത്രകളൊക്കെ നമുക്ക് നല്ല രസകരമായിട്ട് കുട്ടികൾക്കൊക്കെ നമ്മളെ വീട്ടിൽ കാറുകൾ സത്യം പറയുകയാണെങ്കിൽ കാറിൽ വലിയൊരു ക്രേസൊന്നും ഇല്ലെങ്കിലും ഒരുവിധം എല്ലാ കാറും ഉണ്ട്. കുറച്ച് കാലത്തിലൊരു ആഗ്രഹങ്ങൾ സാധിച്ചതാണ്, എല്ലാ കാറും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഈ കാറാണ്. ആ വോയിസും ഇത് പൊക്കിയിട്ടുള്ള യാത്രകളും വയനാട്ടിലൊക്കെ പോകുമ്പോൾ ആ പ്രകൃതി രമണീയമായിട്ടുള്ള ആ പ്ലേസിലൂടെ കോടൊക്കെ ഉള്ള സമയത്ത് ഇതിങ്ങനെ പൊക്കിയിട്ട് കുട്ടികളായിട്ട് രസകരമായിട്ട് യാത്ര ചെയ്യാൻ അവർക്ക് ഏറ്റവും രസമായിട്ടുള്ള ഒരു വണ്ടിയാണ്. എനിക്കും അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കും ഏറ്റവും ഇഷ്ടം ഈ വണ്ടി തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക് ഒരു ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ആ ലൈറ്റുകൾ, ആ കർവ് നല്ല മനോഹരമായിട്ട് വരുന്നുണ്ട്. ഇവിടെ തന്നെ ക്രോമിയം ചെയ്ത മാർക്കുള്ള സ്റ്റീൽ പോലത്തെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഡിക്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ബേസ് ഇതിങ്ങനെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിക്കി തുറക്കും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഡിക്കിയുടെ പ്രത്യേകത. ഇവിടെ തന്നെ ബെൻസിൻ്റെ ഒരു ടയറുണ്ട്. പിന്നെ അകത്തേക്കാണ് പോയിട്ടാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ കൺവേർട്ട് ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന സാധനങ്ങൾ വന്ന് നിൽക്കാനുള്ള ഒരു സ്പേസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. 2 എക്സോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. 2 എക്സോസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പുറകിൽ കൊടുത്തിട്ടുള്ള ഫേക്ക് ഒന്നല്ല, 2 എക്സോസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ്. കുറച്ച് സ്പോർട്സ് മൂഡ് കിട്ടുന്നതിന് വേണ്ടി കൊടുത്തതാണ്. നല്ല രസകരമായിട്ട് റോട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് പോകുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാറ്. നല്ല രസമുള്ള വ്യൂസാണ്. എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ റീലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീല് കണ്ടില്ലേ, അലോയ് വീലിൻ്റെ ആ ലുക്കൊക്കെ ഇതിൻ്റെ അട്രാക്ഷൻ വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ ഈ കവേർഡായിട്ട് ഈ ഹൈറ്റ് ഉണ്ടാവും, നമ്മളെത്ര ഹൈറ്റേ ഉള്ളൂ, ഹൈറ്റ് ഇങ്ങനെ പതിഞ്ഞ് കിടക്കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതാണ് മൈക്കാറിലെ എൻ്റെ കാറിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും നമ്മുടെ മൈക്കാറിലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെയും സിൽവാൻ്റെയും പേരിൽ നന്ദി അറിയിക്കാൻ. താങ്ക് യു.